ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ റമദാൻ മാസം വിട പറയുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വർഷം ഇത്രയും ദിവസം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും കൂടി നമുക്കൊക്കെ നോമ്പെടുക്കാൻ സാധിച്ചു. റമദാനിന്റെ ദിവസങ്ങളിൽ രാത്രിയും പകലും ധാരാളമായി ഇബാദത്തുകൾ ചെയ്യാനും കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇനി നമുക്ക് 4-5 ദിവസങ്ങൾ മാത്രമാണ് ഈ വർഷം റമദാൻ ഉണ്ടാവുക. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ വളരെ പ്രധാനമാണ്. അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾ, ലൈലത്തുൽ ഖദർ, അങ്ങനെ വളരെ വിശേഷപ്പെട്ട രാവും പകലുമാണ് ഇനി വരാനുള്ളത്. ഈ ദിവസങ്ങളിൽ കൂടുതലായി ഇനിയും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരിക്കൽ, കൂടുതൽ സമയം പള്ളികളിൽ ചെലവഴിക്കൽ, ഖുർആൻ ഓതൽ, ദിക്റും ദുആവും സ്വലാത്തും വർദ്ധിപ്പിക്കൽ, അങ്ങനെയുള്ള എല്ലാ നന്മകളും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായി ചെയ്യാൻ ശ്രദ്ധിക്കുക. പെരുന്നാളിനോടനുബന്ധിച്ച് ഉള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫിത്ർ സക്കാത്താണ്. സക്കാത്തുൽ ഫിത്ർ. ഫിത്ർ സക്കാത്ത് മിക്കവാറും എല്ലാവരും നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറള സക്കാത്തൽ ഫിത്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സക്കാത്ത് നിർബന്ധമായി പഠിപ്പിച്ചു. ഇത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്രി സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈരിൻ അലാ കുല്ലി ഹുർരിൻ ഔ അബ്ദിൻ സക്കറിൻ ഔ ഉൻസ മിനൽ മുസ്ലിമീൻ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസാണിത്. ഇതിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സക്കാത്ത് ഫർളാക്കി, നിർബന്ധമാക്കി, നമ്മെ പഠിപ്പിച്ചു. സാഅൻ മിൻ തംറിൻ, തംറ് ഈത്തപ്പഴം, ഈത്തപ്പഴത്തിന്റെ ഒരു സാഴ്, അതൊരളവാണ്. ഔ സാഅൻ മിൻ ശഈരിൻ, അല്ലെങ്കിൽ ഷഈറിന്റെ ഒരു സാഴ്. ഷഈർ എന്ന് പറയുന്നത് ഗോതമ്പിന്റെ ഒരു ഇനമാണ്. അലാ കുല്ലി ഹുർരിൻ ഔ അബ്ദിൻ സക്കറിൻ ഔ ഉൻസ മിനൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളിൽപ്പെട്ട സ്വതന്ത്രരായ ആളുകളും അടിമകളായ ആളുകളും പുരുഷന്മാരും സ്ത്രീകളും എല്ലാവർക്കും ഈ സക്കാത്തുൽ ഫിത്ർ ഇങ്ങനെ നിയമമാക്കി. അതുപോലെ വേറൊരു ഹദീസില് ഔ സാഅൻ മിൻ അഖ്തിൻ, അഖ്ത് എന്ന് പറഞ്ഞാൽ പാൽക്കട്ടി, ഈ ചീസ് ഉണ്ടല്ലോ, പാൽക്കട്ടി. ഔ സാഅൻ മിൻ സബീബിൻ, അല്ലെങ്കിൽ ഒരു സാഅ് സബീബ്. സബീബ് എന്ന് പറയുന്നത് ഉണക്ക മുന്തിരിയാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ ആണ് ഫിത്ർ സക്കാത്തായി പറഞ്ഞത്. അതില് എന്തുകൊണ്ടാണ് ഈ വസ്തുക്കൾ പറഞ്ഞത്? ഈ ഹദീസിന്റെ ഷറഹിൽ കാണാം, അത് അവരുടെ പ്രധാന ഭക്ഷണമായിരുന്നു എന്നാണ്. ഈത്തപ്പഴം പ്രധാന ഭക്ഷണമായിരുന്നു, ഗോതമ്പ് പ്രധാന ഭക്ഷണമായിരുന്നു, അല്ലെങ്കിൽ യവം അത് പ്രധാന ഭക്ഷണമായിരുന്നു, ഉണക്കമുന്തിരി അതൊരു പ്രധാന ഭക്ഷണമായിരുന്നു, അതുപോലെ തന്നെ ഈ പാൽക്കട്ടി അത് അവരുടെ പ്രധാന ഭക്ഷണമായിരുന്നു. അപ്പൊ പ്രധാന ഭക്ഷണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണോ ഒരു നാട്ടിലെ പ്രധാന ഭക്ഷണം, ഏതാണോ ലഭ്യമായ പ്രധാന ഭക്ഷണം, അത് കൊടുക്കാം എന്നാണ്. അതുകൊണ്ട് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാന ഭക്ഷണം അരിയാണ്. അപ്പൊ അരിയാണ് നമ്മൾ ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്.
ഇപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ പല സ്ഥലത്തും അവിടെ ഗോതമ്പ്, ആട്ട ഇതൊക്കെയാണ് പ്രധാന ഭക്ഷണം. അതുകൊണ്ടുള്ള റൊട്ടി ഉണ്ടാക്കി കഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഫിത്ർ സക്കാത്തായി നൽകുന്നത് പല സ്ഥലത്തും ഗോതമ്പും അതിന്റെ വിവിധ ഇനങ്ങളുമാണ്. ഇനി എത്രയാണ് നൽകേണ്ടത്? സാ ആണെന്ന, അതിന് അളവാണത്, തൂക്കമല്ല, അളവാണ്. അപ്പൊ ഒരു സാ ധാന്യം അല്ലെ ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുക. ഒരു സാ എന്ന് പറയുന്നത് സാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന സാ അർബഅത്തു അംദാദിൻ എന്നാണ്, 4 മുദ്. ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യന്റെ കയ്യിൽ 2 കൈയും കൂട്ടിപ്പിടിച്ച് അതിൽ വാരിയാൽ എത്ര ഉണ്ടാകുമോ അതാണ് ഒരു മുദ്. അങ്ങനത്തെ 4 മുദ്ദാണ് ഒരു സാഴ് എന്നാണ്. അത് നമുക്കങ്ങനെ അളന്നു നോക്കാം. അരി ഞാനങ്ങനെ നോക്കിയപ്പോഴേ ഏതാണ്ട് 500 ഗ്രാം, ചിലത് ലേശം കൂടും ചിലത് കുറയും. അത് അരിയുടെ വെയ്റ്റിനനുസരിച്ചും അതിന്റെ ഇനത്തിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ 2 കിലോ മുതൽ ചില അരികൾ 2.25 കിലോ വരെയൊക്കെ ഈ 4 കോരൽ കൊണ്ട് ഉണ്ടാകും. അപ്പൊ സൂക്ഷ്മമായിട്ട് അതിനെ പഠനം നടത്തിയ പല പണ്ഡിതന്മാരും പറഞ്ഞത് 2 കിലോ 40 ഗ്രാം മുതൽ, ചിലർ പറഞ്ഞു 2 കിലോ 200 ഗ്രാം മുതൽ 2 കിലോ 750 ഗ്രാം വരെ എന്നൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ ഒരു സൂക്ഷ്മതയും കൂടും വെച്ച് 3 കിലോ എന്ന് പറഞ്ഞു. ഇപ്പൊ സൗദി അറേബ്യയിലെ ഫത്വ സമിതി പറഞ്ഞത് 3 കിലോ ആണ് നല്ലതെന്ന്. അത് അവിടുത്തെ അരിയുടെ ഘനമായിരിക്കും. ഇവിടെ എങ്ങനെ എടുത്താലും നമ്മൾ ഏത് അരി എടുത്താലും ഒരു കോരലില് 500-550 ഗ്രാമിലധികം ഉണ്ടാവാറില്ല. അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മുടെ പല പള്ളികളിലും 2 കിലോ 200 ഗ്രാം, 2 കിലോ 250 ഗ്രാം അങ്ങനെയൊക്കെയാണ് വാങ്ങാറുള്ളത്. അപ്പോ ഇത് മനസ്സിലായല്ലോ. മുഖ്യ ഭക്ഷണമായിരിക്കണം, ഒരു സാ ഉണ്ടാവണം. ഒരു സാ എന്ന് പറഞ്ഞാൽ 2 കിലോയിൽക്കാൾ കുറച്ച് അധികം ഉണ്ടാവണം. ഇനി അത് കൊടുക്കേണ്ട സമയമാണ്. പിന്നെ അത് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഒരാള് അയാൾക്ക് വേണ്ടി, അയാൾ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് വേണ്ടിയും കൊടുക്കണം. ഇപ്പൊ ഒരാള്, അയാളുടെ ഇണ, അയാളുടെ മക്കള്, അതുപോലെ അയാളുടെ മാതാപിതാക്കള്, വരുമാനമില്ലാത്ത നമ്മുടെ ഡിപ്പെൻഡായി കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രധാനമായ ആ വീട്ടിൽ വരുമാനമുള്ള ഗൃഹനാഥൻ അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അത് കൊടുക്കേണ്ടത് മറ്റേ സക്കാത്തിനെ പോലെ അതിന് വേറെ നിസാബും അതിന്റെ കാലം ഒന്നുമില്ല. പണക്കാർക്കാണല്ലോ പൊതുവെ സക്കാത്ത് കൊടുക്കാനുണ്ടാകുക. ഇതിനെപ്പറ്റി ഈ ഹദീസിൽ ആര് എന്ന് പ്രത്യേകം മുസ്ലിമീൻ എന്നാ പറഞ്ഞത്, മുസ്ലിമീങ്ങൾ കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ ഷറഹിലും ഫിത്ർ സക്കാത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലും അന്നത്തേക്ക്, അതായത് പെരുന്നാൾ ദിവസത്തേക്കുള്ള ആഹാരം കഴിച്ച് ബാക്കി പണമുള്ള ആളുകളൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അർഹനായ മിസ്കീനായ ആള്, അയാൾക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കഴിയും. സക്കാത്തിന്റെ 8 ഓഹരിക്കാർക്കുമല്ല ഫിത്ർ സക്കാത്ത്. കാരണം ഹദീസിൽ പറയുന്നുണ്ട് ഇത് കൊടുക്കേണ്ട ആളുകൾ ആരാണ് എന്ന് പറഞ്ഞെടുത്ത് അത് മിസ്കീന്മാർക്കാണ് എന്നാണ്. അത് തുഹറത്തൻ ലിസ്വാഇമി, നോമ്പെടുത്ത ആൾക്കുള്ള ഒരു ശുദ്ധീകരണമാണത് എന്നാണ്. അതായത് എന്തെങ്കിലും പോരായ്മകള്, കുറവുകള്, നമ്മുടെ വാക്കുകൊണ്ട്, സംസാരം കൊണ്ട്, പ്രവൃത്തി കൊണ്ടൊക്കെ എന്തെങ്കിലും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ശുദ്ധീകരണമാണ് തുഹറത്തൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫത്തി. അതായത് മോശമായ കാര്യങ്ങൾ, ചീത്ത വർത്തമാനങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ച് നോമ്പിന്റെ ഈ ഗുണം കുറയല്ലോ, അത് പരിഹരിക്കാനും തുഅമത്തൻ ലിൽ മസാക്കീൻ, മിസ്കീന്മാർക്ക് ആഹാരമായിരിക്കാനും ആണത് എന്നാണ്. അപ്പൊ മിസ്കീന്മാരുടെ ഭക്ഷണം അവർ മാത്രമാണ് ഇത് വാങ്ങേണ്ട അഹ്ലുകാര്. അത് എപ്പോ കൊടുക്കണം? മൻ അദ്ദാഹ ഖബ്ല സ്വലാത്തി ഫഹിയ സക്കാത്തുൻ. പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് നൽകിയാൽ അത് സക്കാത്തുൽ ഫിത്റാണ്, സക്കാത്തുൻ മഖ്ബൂല, സ്വീകരിക്കപ്പെടുന്ന സക്കാത്തുൽ ഫിത്റാണ്. പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കണം. വമൻ അദ്ദാഹ ബഅദ സ്വലാത്ത്, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഒരാൾ ഫിത്ർ സക്കാത്ത് കൊടുത്തതെങ്കിൽ ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്, അതൊരു സദഖ മാത്രമാണ്, ഒരു ദാനധർമ്മം, ഫിത്ർ സക്കാത്താവില്ല. അങ്ങനെ സംഭവിച്ചാൽ
അതെന്ത് ചെയ്യണം? അയാൾ ഫിത്ർ സക്കാത്ത് വേറെ കൊടുക്കണം. പിന്നെ ഈ ആർക്കാണ് വാജിബാകുന്നത്? പെരുന്നാൾ ആയിക്കഴിഞ്ഞത് മുതൽ. എപ്പോഴാ പെരുന്നാൾ ആയിക്കഴിയുന്നത്? അത് നോമ്പ് 29 വൈകിട്ട് മാസപ്പിറവി കണ്ടാൽ, മഗ്‌രിബിന് ശേഷം മാസപ്പിറവി കണ്ടാൽ അന്ന് ആ മഗ്‌രിബ് മുതൽക്ക് പെരുന്നാളാണ്. അത് പെരുന്നാൾ രാവാണ്. അപ്പോൾ മുതൽക്കാണ് പെരുന്നാളാവുന്നത്. അപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളുകൾക്കാണ് ഫിത്ർ സക്കാത്ത് ബാധകമാകുക. അപ്പം പെരുന്നാൾ പ്രഖ്യാപിച്ച ഉടൻ ജീവിച്ചിരുന്ന ഒരാള്, അയാൾ മരിച്ചുപോയാലും അയാൾക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് നൽകണം. അപ്പൊ വേറൊന്ന്, ജനിച്ചിട്ടില്ലാത്ത ഗർഭസ്ഥ ശിശുക്കളുണ്ടല്ലോ. ഇപ്പൊ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഗർഭത്തിലുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന് ഫിത്ർ സക്കാത്ത് കൊടുക്കണോ? അത് നിർബന്ധമല്ല. എന്നാൽ 4 മാസം കഴിഞ്ഞ ഗർഭത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നല്ലതാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് ആ കുഞ്ഞിനോടുള്ള ഒരാദരവും നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളാണല്ലോ എന്നൊരു ബഹുമാനവും ഒക്കെ വെച്ചിട്ടാണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആ കുഞ്ഞിന്റെ പേരിൽ ഫിത്ർ സക്കാത്ത് നൽകുന്നത്. ഇനി എപ്പോൾ മുതൽ നൽകാം? പെരുന്നാൾ പ്രഖ്യാപനമായത് മുതൽക്ക് നൽകാം. എന്നാൽ സഹാബിമാര് പലരും പെരുന്നാളിന്റെ 1-2 ദിവസം മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുത്തിരുന്നു എന്ന് കാണാം. അപ്പൊ അതും കൂടി കൂട്ടിയാൽ പെരുന്നാളിന്റെ അന്ന് നമസ്കാരം വരെ, പിന്നെ പെരുന്നാൾ രാവ്, അതിന്റെ 1-2 ദിവസം മുമ്പ്, ഇപ്പം പെരുന്നാൾ 28, 29, അല്ലെങ്കിൽ നോമ്പ് 28, 29, അല്ലെങ്കിൽ നോമ്പ് 29, 30. ചില പണ്ഡിതന്മാർ ഇപ്പൊ ഷാഫി മദ്ഹബിലൊക്കെ റമളാൻ ആയത് മുതൽക്ക് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാം എന്ന അഭിപ്രായം ഉള്ളവരും ഉണ്ട്. കാരണം ചില അമലുകള് വക്താവുന്നതിന് മുമ്പ് കൊടുത്താലും സ്വീകരിക്കല്ലോ. ഇപ്പൊ ഒരാളെ സക്കാത്ത് കൊടുക്കുന്നത് കൊല്ലം തികയുന്നത് ഇന്ന ദിവസമാണ് നോക്കുക, അതിന്റെ കുറച്ചു ദിവസം മുമ്പ് കൊടുത്താലും സക്കാത്തായി പരിഗണിക്കും. ചില അമലുകൾ സമയമാവുന്നതിന്റെ മുമ്പ് കൊടുത്താൽ അത് അമലാവുകയില്ല. അപ്പൊ ഏതായാലും ഏറ്റവും സൂക്ഷ്മത പെരുന്നാളായ ശേഷം കൊടുക്കാം, അല്ലെങ്കിൽ 1-2 ദിവസം മുമ്പ് കൊടുക്കാം. അത് ഈ ആളുകൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് കൊടുക്കാം. ഏറി വന്നാൽ നമസ്കാരം വരെ അത് പിന്തിപ്പിക്കുകയും ചെയ്യാം. അതാണ് ഫിത്ർ സക്കാത്തിന്റെ നിയമങ്ങളും വിധികളും. ഒരു കാര്യവും കൂടി, ഈ ഫിത്ർ സക്കാത്ത് നമ്മളിതിന്റെ നിയമം ബാധ്യതകളൊക്കെ പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു സാമൂഹിക വശം, അതും നമ്മൾ അറിയണം. സാമൂഹിക വശം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ആശയമാണ്. പെരുന്നാൾ ദിവസം എല്ലാവർക്കും ആഘോഷിക്കാനുള്ളതാണ്. നല്ല വസ്ത്രം ധരിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, ഹലാലായ വിനോദങ്ങളിൽ ഏർപ്പെടുത്തൊരാഘോഷം, പെരുന്നാൾ നമസ്കാരവും തക്ബീറും ഒക്കെ ആയിട്ട്. ഇതിൽ പാവപ്പെട്ട മനുഷ്യര്, നാട്ടിലെ പണക്കാരൊക്കെ തന്നെ എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥയുണ്ടായാൽ ആലോചിച്ചു നോക്കൂ. അതൊരു സങ്കടമല്ലേ? അരി വാങ്ങാൻ പൈസല്ല പെരുന്നാളിനന്ന്. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവാൻ പാടില്ല മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത്. അത് ഇപ്പോ ഈ സോഷ്യലിസമൊക്കെ വന്ന ശേഷം പറഞ്ഞ സ്ഥിതി സമത്വമല്ല. 14 നൂറ്റാണ്ട് മുമ്പ് ഒരു സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന അത്തക്കാഫുലുൽ ഇജ്തിമായി എന്നാണ് ഈ ഫിത്ർ സക്കാത്തും ഒക്കെ വിവരിച്ച പല പണ്ഡിതന്മാരും പറഞ്ഞത്. തക്കാഫുലുൽ ഇജ്തിമായി എന്ന് പറഞ്ഞാൽ സാമൂഹിക സുരക്ഷ. നമ്മളെ എല്ലാവർക്കും ഇന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയണം, ആരും ഇന്ന് പട്ടിണി കിടക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ചിന്ത, ഒരു മനോഹരമായ ഒരവസ്ഥ ഫിത്ർ സക്കാത്ത് കൊണ്ട് ഉണ്ടാകും. അതുകൊണ്ടാണ് ഭക്ഷ്യധാന്യം കൊടുക്കണം എന്ന് പറയുന്നത്. ചില പണ്ഡിതന്മാര് ഭക്ഷ്യധാന്യം കൊടുക്കുന്നതിന് പകരം പണം കൊടുത്തിട്ട് അവർ തന്നെ ഭക്ഷണം വാങ്ങുമെങ്കിൽ അവർക്ക് പണം കൊടുത്താലും മതി സൗകര്യപൂർവ്വം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വളരെ ചുരുക്കം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. മഹാബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ഭക്ഷ്യവസ്തു തന്നെ കൊടുക്കണം എന്നാണ്. അപ്പൊ നമുക്കൊക്കെ ഒരു വിരോധവുമില്ല, ഒരു പ്രയാസവുമില്ല. ഭക്ഷ്യധാന്യം വാങ്ങാം, അത് അളന്ന് കണക്കാക്കി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാം. ഇനി ഈ ദിവസം ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നുണ്ട് എന്ന് കേട്ട് ആളുകൾ രാവിലെ തന്നെ സഞ്ചിയും പാത്രവുമായി പണക്കാരെ വീട്ടിലേക്ക് പോകുന്ന വളരെ മോശമായൊരു ചിത്രമുണ്ട്. അതില്ലാതാക്കണം. അതില്ലാതാക്കാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പോലെ ചെയ്യല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തും ഫിത്ർ സക്കാത്തും ഒക്കെ ശേഖരിച്ചത് പള്ളിയിലാണ്. ആ പള്ളിയിൽ വെച്ചാണ് അത് വിതരണം ചെയ്തതും. മുസ്ലിം ലോകത്തൊക്കെ അതിന് ചില വ്യവസ്ഥകളും സംവിധാനങ്ങളുമുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ മഹല്ലുകളിൽ, പള്ളികളിൽ ഇവിടെ തന്നെയും നമുക്ക് ഫിത്ർ സക്കാത്ത് ശേഖരിക്കാനുള്ള ഏർപ്പാടുണ്ട്. എന്നിട്ട് ഇത് അളവും കണക്കും അതിന്റെ പണവുമൊക്കെ കണക്കാക്കിയിട്ട് അരി വാങ്ങി ആളുകളെ ലിസ്റ്റ് എടുത്ത് അവരെ യാചിക്കാൻ വിടാതെ അവരെ വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ് അതിന്റെ ക്രമം. അതിലിപ്പോ ഉണ്ടായ ഒരു പ്രശ്നം, സംഘടിതമായി സക്കാത്തും ഫിത്ർ സക്കാത്തും അത് നൽകുന്നത് ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ മാത്രമാണ്. നമുക്കൊരു ഇസ്ലാമിക ഭരണമോ ഖലീഫയില്ലല്ലോ. അപ്പൊ പിന്നെ ആ പണി പള്ളിക്കമ്മിറ്റിയോ അല്ലെങ്കിൽ സക്കാത്ത് കമ്മിറ്റിയോ നടത്താൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചു. അതൊരു വലിയ അഭിപ്രായമൊന്നുമല്ല. ചില ആളുകൾ അങ്ങനെ പറയുന്നു, സംഘടിത സക്കാത്തിനെതിരെ പറയുന്നു. അതിനൊരു പരിഹാരം, ഇന്നത്തെ ചന്ദ്രിക പത്രത്തിൽ ഒരു ഫൈസി ഉസ്താദ് എഴുതിയ ഒരു ലേഖനമുണ്ട്, നിങ്ങൾ വായിക്കണം. എന്ന് പറഞ്ഞാൽ ഈ സക്കാത്ത് കൊടുക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ല, അത് ശേഖരിച്ച് വിതരണം ചെയ്യണം. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അത് അങ്ങനെ ഭരണകൂടമില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടല്ലോ. അതിന് പരിഹാരം അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഒരാളെ സക്കാത്ത് കൊടുക്കാൻ വേറൊരാളെ ഏൽപ്പിക്കാം. ഇപ്പൊ എനിക്ക് എന്റെ സക്കാത്ത് കൊടുക്കാൻ നിങ്ങളൊരാളെ ഏൽപ്പിച്ച് അങ്ങനെ കൊടുക്കാമല്ലോ വക്കാലത്ത്. അപ്പൊ ഒരു നാട്ടിലെ ഒരു മഹല്ലിലെ നല്ല സത്യസന്ധനായ കഴിവുള്ള ഒരു മനുഷ്യനെ നമ്മൾ തെരഞ്ഞെടുക്കാം. എല്ലാവരും സക്കാത്ത് അയാളെ ഏൽപ്പിക്കുക, കമ്മിറ്റീനല്ല, അയാളെ ഏൽപ്പിക്കുക. അയാളെന്ത് ചെയ്യാം? അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മഹല്ല് കമ്മിറ്റിയെ ഒക്കെ ഏർപ്പാടാക്കാണ്. അതൊരു ടെക്നിക്കാലിറ്റിയാണ്, ഇത് സാങ്കേതികത്വമാണ്. ആവട്ടെ, എന്നാലും ഇത് സംഘടിതമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫിത്ർ സക്കാത്ത്. അത് ഏത് ഭക്ഷ്യവസ്തുവാവണം? പൊതുവെ മിതമായ നിലയ്ക്ക്, ഏറ്റവും മുന്തിയതാവണമെന്നില്ല, ഏറ്റവും താഴത്തതുമല്ല. നമുക്കൊരാൾ തന്നാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തിന്നാൻ പറ്റുന്ന ഗുണമുള്ളതായിരിക്കണം അത്. ഇതാണ് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിച്ചത്.